പ്രേമസ്വരുകളും ആത്മസ്വരുകളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു മതമെന്ന് പൊതുവെ അറിയപ്പെടുന്ന സനാതനം കേവലം ഒരു മതമല്ല, അതൊരു സംസ്കാരവും ജീവിതചര്യയും കാഴ്ചപ്പാടും കൂടിയാണ്. അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങൾക്കും ഉപദേശങ്ങൾക്കും ഇന്നും ഒരേപോലെ പ്രസക്തിയുണ്ട്. ഈ വിശ്വവും മനുഷ്യനും സകല ജീവജാലങ്ങളും ഒന്നാണ്. ഓരോ ആത്മചൈതന്യത്തിന് വിവിധ രൂപങ്ങളും ഭാവങ്ങളുമാണ്. ഇത് സ്വന്തം അനുഭവത്തിലൂടെ അറിഞ്ഞവരാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ. സനാതനത്തിൽ സൃഷ്ടിയും സൃഷ്ടാവ് രണ്ടല്ല. സ്വർണത്തിലും കമ്മലുമാലുണ്ട്, കമ്മലുമാലും സ്വർണ്ണമുണ്ട്. സമുദ്രത്തിലും വെള്ളമുണ്ട്, തിരയിലും വെള്ളമുണ്ട്, പതിയിലും വെള്ളം. 100 കുടത്തിൽ വെള്ളമുള്ളതുകൊണ്ട് സൂര്യന്റെ പ്രതിബിംബം കാണും. സൂര്യൻ ഒന്നേയുണ്ട്. നമ്മളെല്ലാം അടങ്ങി ഒരേ ആത്മാവാണെന്ന് സനാതനം പറയും. നിന്നിലുണരു ഉത്തിഷ്ഠ ജാഗ്രത. നീ പരാഗത്തേക്ക് തന്നെ എഴുതിയില്ല, സഞ്ചരിക്കേണ്ട സൂര്യാണ്. നീ പൂച്ചക്കുട്ടിയില്ല, ഞാവെന്ന് പറയും. നീ സിംഹക്കുട്ടിയാണ്. നിന്നിലുണരു, നീ അതാവുന്നു. അപ്പൊ നിന്നു ഭിന്നമല്ല. വലതേ വേദിച്ച ഇടതല്ലോണ്ടെന്ന് പറയും. മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെ കണ്ടും അവരുടെ സന്തോഷം തൻ്റെ കണ്ടും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നൊരു സംസ്കാരമാണ് നമുക്ക് കാണിച്ചത്. ഈ സംസ്കാരം നമ്മുടെ മൂല്യം ഒന്നും നിസ്സാരമല്ല. തേനീച്ച ഇല്ലെങ്കിൽ നമുക്ക് 70% ഭക്ഷണം കിടക്കുന്ന എല്ലാവർക്കറിയാം. ഒരാണ് നടത്തിയില്ലേ, 4 വർഷം കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കാൻ നടത്തിയില്ല. അപ്പോൾ നിസ്സാരമായി നമുക്കൊന്നുമില്ല. ഒരു പ്ലെയിൻ എഞ്ചിൻ കട മറക്കില്ല, സ്പീഡിലും മറക്കാൻ പറ്റില്ല. ഒന്നും നിസ്സാരമല്ല. ഏശാവാസമിതം സർവം അന്തൻ ലോകാസമസ്താസൂലോകം. ഇങ്ങനെയൊക്കെ ആ മൂല്യത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ആ സ്നേഹം എന്നുള്ള തത്വം, ക്ഷമയുള്ള തത്വം, പൊറുക്കാൻ പറ്റുന്ന തത്വം, തിരുത്താൻ പറ്റുന്ന തത്വം. വലുതായി മറക്കാൻ പറ്റും, തിരുത്താനേ പറ്റില്ല. ആ മൂല്യമാണിത്. എല്ലാവർക്കും വേണ്ട. നമ്മളിലെ ഈ സ്നേഹത്തെ ആ മൂല്യമായ താക്കോല് വെച്ച് നമ്മൾ തുറക്കുന്നതിന് പകരം പൂട്ടുന്ന രീതിയിൽ തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുറത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അപ്പൊ തന്നിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മളെ ധർമ്മത്തെ വിട്ടപ്പോ ധർമ്മം നമ്മളെ വിട്ട്. കണ്ണിന് വേറെ അസുഖം വന്ന് ഡോക്ടറെ പോയി കണ്ട് ഒരു മരുന്ന് തന്നു. കണ്ണിനഴിക്കാനുള്ള മരുന്ന് വയറ്റിനഴിക്കാൻ കണ്ണു കഴിച്ചു. രണ്ടും ഗ്ലാഫായി. ഇത് ഡോക്ടറെയോ മരുന്നിനെ കുറ്റപ്പെടുത്താൻ നോക്കും. ഇതുപോലെയാണ് നമ്മൾ ധർമ്മത്തെ വിട്ട് ധർമ്മം നമ്മളെ വിടുകയാണ്. എല്ലാം ധർമ്മത്തിരിക്കുകയാണ്. ഈ പ്രകൃതിയെല്ലാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, വിശ്വത്തിനും അതിലെ സകല ജീവിക്കും നമ്മൾ അഭേദ്യമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നെറ്റ്വർക്കുകളാണ് വിശ്വം. 4 പേര് ചേർന്ന് പിടിച്ചിരിക്കുന്ന വലയുടെ കോണിൽ ചലനം ഉണ്ടായാൽ ആ തരംഗങ്ങൾ എല്ലായിടവും പ്രതിഫലിക്കും. അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒറ്റയായ കൂട്ടമായി ചെയ്യുന്ന എല്ലാ കർമ്മവും വിശ്വമാകുന്ന വലയുടെ കൊണ്ട് പ്രതിഫലിക്കുന്നുണ്ട്. അവരും മാറി നമ്മൾ മാറാനാണ്. ഒരു മാറിലും നമ്മളും മാറിയാൽ കുറച്ചെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉണരുകയും ചെയ്യേണ്ടത്. നമ്മൾ പക്ഷിയെ പോലെ പറക്കാനും മത്സ്യത്തെ പോലെ നീന്താനും പഠിച്ച് മനുഷ്യപ്പോലെ നടക്കാനും ജീവിക്കാനും മറന്നു പോയിരിക്കും. ഒരു കുഴിയേരെയും അണചേരുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്നു, മരിക്കുന്നു. അപ്പുറം നമ്മൾ എന്ത് ചെയ്യും? കുഴിയേരെ മരിച്ചാൽ അത് മണ്ണിന് വീണ്ടും വളമാകും. നമ്മളെ മരിച്ചാൽ കെമിക്കൽ ഒഴിച്ച് അടയ്ക്കും, അല്ലെങ്കിൽ വിറ വെച്ചപ്പോൾ അന്തരീക്ഷമല്ല ജീവിക്കുമ്പോൾ എടുത്ത് നശിപ്പിച്ച് പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാമ കഴിഞ്ഞു പോയാൽ ഒരടയാളം കാണും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് അടിസ്ഥാനമായിട്ട് വേണ്ടത് ഈ സംസ്കാരം, ഈ മൂല്യത്തെ ഉദ്ധരിക്കുക എന്നാണ്. നമ്മൾ ആത്മീയമായ കണ്ണുകളിലൂടെ കാണുകയും സയൻസിന്റെ കൈകളിലൂടെ പ്രവർത്തിക്കുക. സൂര്യൻ എഴുതിയുടെ ആവശ്യമില്ല, ഇത് നമ്മളൊന്നും വേണ്ട. പക്ഷെ നമുക്ക് വേണ്ടി തന്നെയാണ്. അതോടൊപ്പം നമ്മളും നമ്മളേക്ക് ഉണരുകയും ചെയ്യാം. ഒരിടത്ത് ഒരു സംഭവം നടന്നിട്ടുള്ള സംഭവം 1 വർഷം മുമ്പ് 2ാം മഹോത്സവത്തിനോട് നടന്ന സംഭവമാണ്. അപ്പൊ ഒരു കവലയില് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. കൈ രണ്ടെങ്കിൽ ഉയർത്തിപ്പിടിച്ച് കഴുത്തിൽ ഒരു മാലയിട്ടിരുന്ന് കയറുമാല. അതൊരു വലിയ ലോക്കറ്റ് ഉണ്ടായിരുന്നു. എന്റെ കൈകളിലേക്ക് വരുമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് 2ാം ലോകമാകത്ത് ബോംബ് 2 കൈയും തകർന്നു പോയി. അപ്പൊ കൈയില്ലാതിരിക്കുകയായിരുന്നു ആ വിഗ്രഹം. അപ്പൊ അതിനടുത്തുള്ള ആൾക്കാർ ഒരു കമ്മിറ്റി എടുത്തു. ഈ വിഗ്രഹം കൈകൾ പോയിട്ട് ഇരിക്കുകയാണ്, പക്ഷെ എന്റെ കൈകളിലേക്ക് വന്ന് റോക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്.
ഇത് മാറ്റിയിട്ട് പുതിയൊരു വിഗ്രഹം വെക്കാം. അപ്പൊ ഒരാള് പറഞ്ഞ് വിഗ്രഹം മാറ്റണ്ട, കൈകൾ പിടിപ്പിച്ചാൽ മതി. വേറെ ഒരാൾ പറഞ്ഞ് കൈകളും പിടിപ്പിക്കണ്ട. കൈകൾ പിടിപ്പിച്ചില്ല പിന്നെ എങ്ങനെ കഴുത്തക്കണ ലോക്കറ്റ് എന്റെ കൈകളിലേക്ക് വരുമെന്നല്ലേ? കൈയില്ലല്ലോ. അപ്പൊ ആ എഴുതിയതിന്റെ കീഴിൽ എന്റെ കൈ നിങ്ങളിലൂടെ നടിയിൽ എഴുതി ചേർക്കാൻ പറയും. അതുപോലെ ഈശന്റെ കൈ നമ്മളുടെ ഉള്ളിലാണ്. നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുവരണം, കയ്യിലേക്ക് കൊണ്ടുവരണം, നാവിലേക്ക് കൊണ്ടുവരണം. ഓരോ വാക്കിലും നമ്മൾ ആ ഒരു ഭാവം അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഏത് കർമ്മം മധുരമാക്കണമെങ്കിൽ 3 ഘടകങ്ങളുണ്ട്: കാലം, പ്രയത്നം, ഈശ്വരികളും. മൂന്നുകൂടി ചെയ്യണം കർമ്മം മധുരമാക്കണേ. ഒരാള് നാളെ ഒരിടത്ത് ലേലം പിടിക്കാൻ പോവാണ്. 1 രൂപ ലാഭം കിട്ടുന്ന ലേലമാണ്. രാവിലെ ഇറങ്ങി വണ്ടി കയറി, ഒരുപക്ഷെ വഴി ബ്രേക്ക് ഡൗൺ ആവും, ആക്സിഡന്റ് ആവും. ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ പ്ലെയിൻ സ്റ്റേഷനിൽ എത്തിയെന്നിരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പ്ലെയിൻ എഞ്ചിൻ കേടാണ്, ഇന്ന് യാത്ര ചെയ്യാൻ വിടാൻ സാധിക്കില്ല, അല്ലെ കാലാവസ്ഥ ശരിയല്ല. അപ്പൊ ഇങ്ങനെ അറിയാൻ നാളത്തെ ലേലത്തിന് എത്തിച്ചേരത്തില്ല. അപ്പൊ കാലവും പ്രയത്നം ഉണ്ടായിട്ട് അകൃപ ഇല്ലാത്തതുകൊണ്ട് അകർമ്മം മധുരമാക്കാൻ പറ്റില്ല. അകൃപയ്ക്ക് നമ്മുടെ ഭാഗത്ത് നല്ല കർമ്മങ്ങൾ ആവശ്യമാണ്. എല്ലാത്തിനോടും നന്ദി പുലർത്തുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഒരു യാചകൻ വന്നാലും നമ്മൾ എന്തിനും ഭിക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കാല് തൊട്ട് നിങ്ങൾക്ക് ദാനം ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തന്നു, നിങ്ങൾ തന്നതിന് നിങ്ങളോട് നന്ദി, അങ്ങോട്ട് തരാനുള്ള അവസരം നിങ്ങൾ തന്നതിന് നിങ്ങൾക്ക് നന്ദി. അത് നമ്മുടെ പൂർവ്വർ നമ്മളെ പഠിപ്പിച്ച് ഒരു സംസ്കാരമാണ്. അത് സൂര്യപ്രകാശം എല്ലായിടും ഉണ്ടെങ്കിലും വീട്ടിനകത്ത് ഒരു വിളക്കത്തിക്കണമെങ്കിൽ ലൈറ്ററിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തീപ്പെട്ടിയുടെ ആവശ്യമുണ്ട്, അടുക്കളയിൽ ഭക്ഷണം വയ്ക്കും. അതുപോലെ ഇതിനകത്ത് ടോർച്ച് പിടിച്ച് അന്ധകാരത്തെ താണ്ടുക, സംസ്കാരത്തെ എടുത്ത് അന്ധകാരത്തെ താണ്ടുക. അതിനെല്ലാവർക്കും കഴിയട്ടെ. ആ ഒരു തത്വത്തിലും സ്നേഹത്തിലും ഉണരാനും ഉയരാനും ഒക്കെ കഴിയട്ടെ. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി നമുക്ക് കിട്ടട്ടെ. കൃപ മക്കൾ അനുഗ്രഹിക്കട്ടെ. ഓം ലോകാ സമസ്താ സുഖിനോ. ഓം ശാന്തി ശാന്തി ശാന്തി.